വളാഞ്ചേരി പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നതിന്റെ ഭാഗമായി സ്റ്റേഷൻ പ്രവർത്തനം വട്ടപ്പാറയിലെ പഴയ CI ഓഫീസിലേക്ക് മാറ്റി. നിലവിലെ കെട്ടിടം പൊളിച്ച് അതേ സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടം ഒരുങ്ങുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് വളാഞ്ചേരി പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിട നിർമ്മാണത്തിന് അനുമതിയായത്. കെട്ടിടം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ 3 കോടിയോളം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. നിലവിലെ കെട്ടിടം പൊളിച്ച് അതേ സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. അതിനാൽ തന്നെ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം താൽക്കാലികമായി വട്ടപ്പാറയിലെ സർക്കിൾ ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ജനങ്ങൾ സേവനങ്ങൾക്കായി വട്ടപ്പാറയിലെ CI ഓഫീസിൽ ബന്ധപ്പെടണമെന്ന് സ്റ്റേഷൻ SHO അറിയിച്ചു. നമ്മൾ ഇന്നു മുതൽ വളാഞ്ചേരി പഴയ സർക്കിൾ ഓഫീസായിട്ടുള്ള വട്ടപ്പാറയിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം താൽക്കാലികമായി തുടങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയിട്ടുള്ളത്. 3 പഞ്ചായത്തിലെയും ഒരു മുനിസിപ്പാലിറ്റിയിലെയും മുഴുവൻ പൊതുജനങ്ങളും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്നും പെറ്റീഷൻസ് മറ്റുള്ള കേസുകൾ സേവനങ്ങൾ നിലവിൽ ഇനി വട്ടപ്പാറയിലായിരിക്കും എല്ലാവർക്കും സേവനം ലഭിക്കുക. ലോക്കപ്പ് അടക്കമുള്ള സൗകര്യങ്ങൾ വട്ടപ്പാറയിലെ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 1.5 വർഷത്തിനുള്ളിലാണ് പുതിയ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാവുക. പോലീസ് സ്റ്റേഷന്റെ നിലവിലെ കെട്ടിടം അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയായിരുന്നു. കാലവർഷത്തിൽ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിൽ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് പോലീസുകാർ ഏറെ പ്രയാസപ്പെട്ടാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. ഇതെല്ലാം കണക്കിലെടുത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. പുതിയ കെട്ടിടത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള പ്രവർത്തന സ്ഥലങ്ങൾ, ആയുധങ്ങളും ഉപകരണങ്ങളും സൂക്ഷിക്കുന്നതിനുള്ള മുറികൾ, ജിം സെന്റർ, കോൺഫറൻസ് ഹാൾ എന്നിവയും ഉൾപ്പെട്ടതായിരിക്കും പുതിയ കെട്ടിടം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.